ഖാഫി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, റസൂലുള്ള പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, കക്കൂസിൽ പോകുമ്പോൾ ദ്വാരക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അതുപോലെ കക്കൂസിൽ നിന്ന് വരുമ്പോൾ ദ്വാരക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രാർത്ഥനകൾ ഖുർആൻ ഉദ്ധരിച്ചതും ഉദ്ധരിക്കാത്തതും ഹദീസുകളിൽ വന്നതും അതുപോലെ തന്നെ പരാമർശിക്കുന്നതുമായ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രാർത്ഥനകളൊക്കെ അവർ അള്ളാഹുവിനോടാണ് നിർവഹിച്ചത്. എന്തുകൊണ്ട്? ആ പ്രാർത്ഥനകളൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനകളാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ മുഹിയുദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർവഹിക്കാൻ പറ്റുമെന്ന് സുന്നികൾ വാദിച്ചിട്ടില്ല. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന ഏതോ ആ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന മാത്രമല്ല, അവർ ഹജ്ജ് ചെയ്തത് അള്ളാഹുവിനല്ലേ, അവർ റുക്കൂ ചെയ്ത അള്ളാഹുവിന് മുമ്പിലല്ലേ, അവർ സുജൂദ് ചെയ്ത അള്ളാഹുവിന് മുമ്പിലല്ലേ, അവർ നോമ്പെടുത്തത് അള്ളാഹുവിന് വേണ്ടിയല്ലേ, അവർ ഹജ്ജ് ചെയ്ത അള്ളാഹുവിന് വേണ്ടിയല്ലേ. അപ്പൊ ദുആ എന്ന ഇബാദത്ത് മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അർത്ഥന മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സാക്ഷാൽ പ്രാർത്ഥന, സാക്ഷാൽ ആരാധന. ആ ആരാധന മാത്രമല്ല, സുജൂദും റുകൂഉം അതുപോലെ നോമ്പും ഹജ്ജും ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കൾ ഈ ദുആന്റെ കാര്യം മാത്രം പറയുന്നത്? എന്തിന്? സുജൂദ് ചെയ്യുന്നതും അവർ അള്ളാഹുവിനല്ലേ, റുക്കൂ ചെയ്തത് അള്ളാഹുവിനല്ലേ, നോമ്പെടുത്തത് അള്ളാഹുവിനല്ലേ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പോ പ്രാർത്ഥന അമ്പിയാക്കൾ നടത്തിയത് ആരോട്? അള്ളാഹുവിനോട്. അവര് റുക്കൂ ചെയ്തതും സുജൂദ് ചെയ്തതും നിസ്കാരം നിർവഹിച്ചതും അള്ളാഹുവിന്. വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ അള്ളാഹുവിനോട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ കക്കൂസിൽ കയറുമ്പോ ഇറങ്ങുമ്പോ, പള്ളിയിൽ കയറുമ്പോ ഇറങ്ങുമ്പോ ഒക്കെ ആരോട്? അള്ളാഹുവിനോട്. ഇതുകൊണ്ടല്ലേ മുജാഹിദുകൾ പറഞ്ഞ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി കുട്ടിയുണ്ടാകാൻ ആരോടാ തേടിയത്? അള്ളാഹുവിനോട്. നമ്മുടെ നാട്ടിലുള്ള ആളുകളും സന്താന സൗഭാഗ്യത്തിന് അള്ളാഹുവിനോട് തേടണം. സക്കരിയ നബി സന്താന സൗഭാഗ്യത്തിന് തേടിയത് അള്ളാഹുവിനോട്. ഞാനല്ല പറഞ്ഞത്, സഖാഫി പറഞ്ഞു. അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു, നാം രോഗശമനത്തിന് തേടേണ്ടത് അള്ളാഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നടത്തിയ ദുആ അതൊക്കെ അള്ളാഹുവിനോട്. അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു, നമ്മൾ അള്ളാഹുവിനോട് നടത്തണം. സഖാഫി പറഞ്ഞ അതേ കാരണങ്ങൾ കൊണ്ട് മുജാഹിദുകൾ പറയുന്നു, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെയോ മൂപ്പര വകയിൽ ഒരു സാക്ഷാൽ പ്രാർത്ഥനയാണ്. ഇവിടുത്തെ സഖാഫിക്ക് സാക്ഷാൽ കിട്ടിയിട്ടില്ല. മൂപ്പർക്ക് ഒരു സാക്ഷാൽ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇതും നേരത്തെ പറഞ്ഞതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ തനിക്ക് തന്നെയുള്ള കുഴിയാണ് താൻ കുഴിക്കുന്നത് എന്ന് സഖാഫി മനസ്സിലാക്കിയില്ല. മൂപ്പര വിഷയാവതരണം കഴിഞ്ഞ്, മുജാഹിദുകളുടെ വിഷയാവതരണം കഴിഞ്ഞ് ചോദ്യോത്തരത്തിന്റെ സമയത്ത് മുജാഹിദുകൾ പറഞ്ഞു, നിങ്ങളെ പ്രസംഗത്ത് പറഞ്ഞല്ലോ, വിഷയാവതരണത്തിൽ പറഞ്ഞല്ലോ, ഇബാദത്തായ പ്രാർത്ഥന നബിമാർ അള്ളാഹിനോട് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു നബി ഇബാദത്തല്ലാത്ത ഒരു ദുആ വേറെ ഏതെങ്കിലും ഒരു നബീനോട് നടത്തിയ ഖുർആനിലുണ്ടോ? അങ്ങനെ രണ്ടുണ്ടെങ്കിൽ അത് ഖുർആനിൽ കാണണല്ലോ. ഇബാദത്തായ ദുആ ശരി, ഇബ്രാഹിം നബി നടത്തിയത്, ഇസ്മായിൽ നബി നടത്തിയത്, ആദം നബി നടത്തിയത്, അയ്യൂബ് നബി നടത്തിയത്, യൂനുസ് നബി നടത്തിയത്, സക്കരിയ നബി നടത്തിയത്, ഇങ്ങനെ ഒരുപാട് അലൈഹിസ്സലാം അമ്പിയാക്കൾ നടത്തിയത് ഖുർആനിലുണ്ട്. എന്നാൽ ഇബാദത്തല്ലാത്ത ഒരു ദുആ ഏതെങ്കിലും ഒരു നബി നടത്തിയതുണ്ടോ? അതേപോലെ കക്കൂസ് കയറുമ്പോ ഇറങ്ങുമ്പോ, പള്ളിയിൽ കയറുമ്പോ ഇറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ ഒക്കെ ദുആ, അതൊക്കെ ഇബാദത്തായ ദുആ. എന്നാൽ ഇബാദത്തല്ലാത്ത ഒരു ദുആ നിങ്ങള് വേറെ ആരോടെങ്കിലും നടത്തിക്കോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യം ചോദിച്ച് വാദപ്രതിവാദം തീരുന്നത് വരെ മറുപടി അതിന് വന്നിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? പറയാൻ കഴിയില്ല. നമുക്ക് ഖുർആൻ എടുത്ത് നോക്കാലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് മുജാഹിദുകൾ പറയുന്നത് കേൾക്കണ്ട. നിങ്ങളൊന്ന് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഏതെങ്കിലും ഒരു പരിഭാഷ വെച്ച് വായിച്ചു നോക്കൂ. എന്നിട്ട് സഖാഫി പറഞ്ഞതല്ലാതെ ഇബാദത്തിനെ രണ്ടാക്കി പ്രാർത്ഥനയെ സാക്ഷാൽ പ്രാർത്ഥന അള്ളാഹിനോടും സാക്ഷാലല്ലാത്ത പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും നടത്തിയതായുണ്ടോ? കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. ഇനി മാത്രല്ല, ഇത് അവിടെ അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പർക്ക് മതിയായിട്ടില്ല. മൂപ്പരെ വാദം എന്താണെന്നറിയോ? ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞല്ലോ അള്ളാഹു. അപ്പൊ ആദം നബിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സുജൂദുണ്ട്, പിന്നെയോ അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സുജൂദുണ്ട്. അതുപോലെ പ്രാർത്ഥനയും രണ്ടാക്കണം എന്നാണ്. ഞമ്മളെങ്ങാനും ആക്കി കൊടുക്കേണ്ട കോലത്തിലാണ് മൂപ്പര സംസാരം. എന്താണ്? അള്ളാഹ് ഏതായാലും അത് ആക്കിയിട്ടില്ല, ഇനി ഞമ്മക്ക് എല്ലാവർക്കും കൂടി അതാക്കാന്നാണ് മൂപ്പര് പറയുന്നത്. കേട്ടു നോക്കൂ നിങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, അതേ മുദ്രാവാക്യത്തിന്റെ മറ്റൊരു വകഭേദം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. കുഴപ്പമൊന്നുമില്ല, ഞാൻ യോജിക്കുന്നു.
സുജൂദ് അല്ലാഹുവിനോട് മാത്രമെന്ന മുദ്രാവാക്യത്തോട് യോജിക്കുന്നത് പോലെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന മുദ്രാവാക്യത്തോടും യോജിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ വിശദീകരണമുണ്ട്. സുജൂദ് രണ്ടാക്കിയില്ലേ പഠിച്ചോൻ? ആദമിന് മുമ്പിൽ ചെയ്യാൻ പറ്റിയ സുജൂദും ആദമിന് മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത സുജൂദും, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ചെയ്യേണ്ട സുജൂദും ആദമിന്റെ മുമ്പിൽ കൂടി ചെയ്യാൻ പറ്റുന്ന സുജൂദ്. ഇങ്ങനെ സുജൂദ് രണ്ടാക്കിയില്ലേ? എന്നാൽ ഇതേപോലെ തന്നെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, അതേ മുദ്രാവാക്യത്തിന്റെ മറ്റൊരു വകഭേദം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. കുഴപ്പമൊന്നുമില്ല, ഞാൻ യോജിക്കുന്നു. സുജൂദ് അല്ലാഹുവിനോട് മാത്രമെന്ന മുദ്രാവാക്യത്തോട് യോജിക്കുന്നത് പോലെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന മുദ്രാവാക്യത്തോടും യോജിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ വിശദീകരണമുണ്ട്. സുജൂദ് രണ്ടാക്കിയില്ലേ പഠിച്ചോൻ? ആദമിന് മുമ്പിൽ ചെയ്യാൻ പറ്റിയ സുജൂദും ആദമിന് മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത സുജൂദും, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ചെയ്യേണ്ട സുജൂദും ആദമിന്റെ മുമ്പിൽ കൂടി ചെയ്യാൻ പറ്റുന്ന സുജൂദ്. ഇങ്ങനെ സുജൂദ് രണ്ടാക്കിയില്ലേ? എന്നാൽ ഇതേപോലെ തന്നെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. സക്കാഫിയുടെ അഭിപ്രായമാണത്. സുജൂദ് അല്ലാഹ് രണ്ടാക്കിയില്ലേ, അതുപോലെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. നാളെ വേറൊരു സക്കാഫി വന്നിട്ട് പറയാണ്, അല്ലാഹ് സുജൂദ് രണ്ടാക്കിയില്ലേ, സുലൈമാൻ സക്കാഫി പ്രാർത്ഥന രണ്ടാക്കിയില്ലേ, അതുപോലെ നിസ്കാരവും രണ്ടാക്കേണ്ടതുണ്ട്. അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കാവുന്ന നിസ്കാരവും ഔലിയാക്കും അമ്പിയാക്കും അർപ്പിക്കാവുന്ന നിസ്കാരവും. പിറ്റേന്ന് നമ്മളെ ആധുനിക ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന സക്കാഫി വന്നിട്ട് പറയുന്നു, അല്ലാഹ് സുജൂദ് രണ്ടാക്കി, സുലൈമാൻ സക്കാഫി പ്രാർത്ഥന രണ്ടാക്കി, അലവി സക്കാഫി നിസ്കാരം രണ്ടാക്കി, നോമ്പും ഞമ്മക്ക് രണ്ടാക്കണം. എങ്ങനെ? റമളാൻ 17 അന്ന് ആ 17 നോമ്പിന് വേണ്ടി നിയത്ത് ചെയ്ത് കൊടുക്കുമ്പോ പള്ളിയിൽ നിന്ന് നവൈതു സൗമഗദിന്നദായി ഫർദ റമളാൻ എന്ന് പറഞ്ഞ് അവസാനം ലില്ലാഹി തആല എന്ന് പറയുന്നത് പകരം ലിൽ ബദരിയീൻ, ബദരീങ്ങൾക്കും കൂടി എടുക്കാവുന്ന നോമ്പ്. അങ്ങനെ നോമ്പും രണ്ടാക്കണം എന്ന് സക്കാഫിമാരിങ്ങനെ തീരുമാനിക്കുക, എന്നിട്ട് ഓല് നടപ്പിലാക്കുക. ഇതാണോ സഹോദരന്മാരെ ദീന്? നമ്മൾ ആലോചിക്കണം, ഇതാണോ ദീന്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന നടത്താൻ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ. അല്ലാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ആ പടച്ച തമ്പുരാനിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. പ്രാർത്ഥന രണ്ടുണ്ട്, അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടതും അള്ളാഹുവിന്റെ നബിമാരോട് നടത്താവുന്നതും രണ്ടുണ്ട്. ഒന്ന് ഞാൻ അള്ളാഹിനോടെ നടത്തൂ, മറ്റേത് അള്ളാഹു അല്ലാത്തവരോട് നടത്തുമെന്ന് പറഞ്ഞില്ല. അതേപോലെ ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ ഇത് കേട്ടിട്ട് എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, സാക്ഷാൽ പ്രാർത്ഥനയെ പറ്റിയായി പറഞ്ഞത്, അമ്പിയാക്കളോട് നടത്താണ് പ്രാർത്ഥന വേറുണ്ട് എന്ന് ഏതെങ്കിലും വ്യാഖ്യാതാക്കൾ പറഞ്ഞോ? ഇല്ല. തനി പുത്തൻ വാദമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞു പോയ ഒരു വാദത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ദുർവ്യാഖ്യാനങ്ങളും പുത്തൻവാദങ്ങളുമാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയണെന്നറിയോ? എന്താ സംഭവം തന്നെ ഇവർക്ക് മനസ്സിലായിട്ട്